ആ സമയത്തൊന്നും നീ നോക്കാത്ത നോട്ടം എന്തിനാടായി നോക്കുന്നത്? ആ മനുഷ്യനപ്പോ പറയും, എന്റെ റബ്ബേ, നരകത്തിൽ കിടന്ന് എന്നെ നിന്റെ മുമ്പിലേക്ക് വിളിക്കുമ്പോ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നെ തിരിച്ച് നീ നരകത്തിലേക്ക് തന്നെ പറഞ്ഞേക്കുമെന്ന്. അത് ഓർത്തുകൊണ്ട് നോക്കിയതാണ്. ഇത് പറയുമ്പോ പ്രിയമുള്ളവരെ, ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ മനുഷ്യനോട് അല്ലാഹു പറയും, ഉദ്ഖുലുൽ ജന്ന, നീ സ്വർഗ്ഗത്തിലേക്ക് പോയിക്കോ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ റബ്ബിനെയാണ് പ്രിയമുള്ളവരെ നമ്മൾ സ്നേഹിക്കേണ്ടത്. ഈ റബ്ബിനെയാണ് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ഈ റബ്ബിനെ കുറിച്ചാണ് നമ്മൾ നമ്മുടെ മക്കൾക്ക് പാടിക്കൊടുക്കേണ്ടത്. പ്രിയമുള്ളവരെ, നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കളൊക്കെ ഈ റബ്ബിനെ മനസ്സിലാക്കിയ ആളുകളായിരുന്നു. മുഅ്മിനീങ്ങളെ, ചില ആളുകളുടെ അമലുകൾ കാണുമ്പോൾ അല്ലാഹു വല്ലാതെ സന്തോഷിക്കുന്നുണ്ട്. പ്രായമുള്ള മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്ന മക്കളെ കാണുമ്പോൾ ആ റബ്ബ് വല്ലാതെ ചിരിക്കുന്നുണ്ട്. പാതിരാവിന്റെ കൂരിരുട്ടിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന പറഞ്ഞു, ഇതെല്ലാം ചിരിക്കുന്ന റബ്ബാണോ എന്റെ റബ്ബ്? എങ്കിൽ ആ റബ്ബിന്റെ ഒരു കാരുണ്യവും എന്നെ തൊട്ട് നിഷേധിക്കപ്പെടുകയില്ല. എല്ലാ കാര്യവും എനിക്ക് തന്നെ ലഭിക്കും എന്ന് ആവേശത്തോട് പറഞ്ഞ സഹാബി. ബോധമുണ്ടാവണം പ്രിയമുള്ളവരെ നമ്മുടെ ഉള്ളിൽ. മറ്റൊരിക്കൽ ഒരു സഹാബി വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു, എന്റെ ഹിസാബ് ആരാണ് ചെയ്യുക നബിയേ? അപ്പൊ പറഞ്ഞു, അല്ലാഹു ആണടാ നിന്റെ ഹിസാബ് ചെയ്യുക. അല്ലാഹുവിന്റെ പ്രവാചകനോട് വീണ്ടും ചോദിച്ചു, അല്ലാഹു തന്നെയാണോ നബി, അതല്ലെങ്കിൽ മറ്റാരെങ്കിലും അവൻ ഏൽപ്പിക്കുമോ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അല്ലാഹു തന്നെയാണടാ നിന്റെ ഹിസാബ് ചെയ്യുക. അപ്പൊ ആവേശത്തോടെ എഴുന്നേറ്റ് നിന്ന് ആ സ്വഹാബി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. ആ അറാബിയായ മനുഷ്യനെ അല്ലാഹുവിന്റെ ഹബീബ് വിളിച്ചിട്ട് ചോദിച്ചു, എന്തിനാടാ ഇങ്ങനെ ചിരിക്കുന്നത്? എന്തിനാ ഇങ്ങനെ സന്തോഷിക്കുന്നത്? ആ അറാബിയായ മനുഷ്യൻ അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, മാന്യന്മാരായ ആളുകളെ ഹിസാബ് ചെയ്താൽ അവർ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാവും. മാന്യന്മാർ ഹിസാബ് ചെയ്താൽ അവർ എത്ര വലിയ തീരുമാനമെടുത്താലും അവർ അത് മാറ്റാൻ തയ്യാറാകും. എന്റെ അറിവിൽ ഏറ്റവും മാന്യനായ ആൾ അതെന്റെ റബ്ബാണേ. പ്രിയമുള്ളവരെ, അതാണ് സുബ്ഹാനഹു വ തആല. അല്ലാഹുവിനെ നമ്മൾ സ്നേഹിക്കണം. ഒരൊറ്റ ചരിത്ര സംഭവം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്റെ പെങ്ങന്മാരെ, നിങ്ങൾക്കറിയോ, മഹദിയായ റബീഅത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ ലോകം മുഴുവനും പാതിരാ കിനാവിനോട് കിന്നാരം പറഞ്ഞിറങ്ങുന്ന ഇരുട്ടുള്ള രാത്രിയിൽ എഴുന്നേറ്റ് കൊണ്ട് 2 റക്അത്തല്ല 10 റക്അത്തല്ല 100 റക്അത്ത് ദിവസവും നിസ്കരിച്ച് അല്ലാഹുവിനോട് ഇരുകൈകളും ഉയർത്തിയിട്ട് മഹദിയായ വലിയതുല്ലാഹി റബീഅത്തുൽ അദവിയ ചെയ്യുന്ന ഒരു ദുആ ഉണ്ട്. അല്ലാഹുവേ, സ്നേഹിക്കുന്ന ആളുകൾ പരസ്പരം കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്ന സമയമാണിത്. കവിതാക്കൾ തമ്മിൽ പരസ്പരം പുണരാൻ ആഗ്രഹിക്കുന്ന സമയമാണിത്. പക്ഷേ ഈ റാബിയക്ക് ഒരു കാമുകനില്ല, ഈ റാബിയക്ക് ഒരു ഭർത്താവില്ല, ഈ റാബിയക്ക് ജീവിച്ചിരിക്കുന്ന ഒരു പിതാവില്ല. എന്റെ എല്ലാമായ അല്ലാഹ്, നീ മാത്രമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് റബ്ബേ, നിന്റെ ലിഖാ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ച മഹദിയായ റബീഅത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ പോയ സ്വർഗ്ഗത്തിലേക്കല്ലേ പെങ്ങന്മാരെ എനിക്കും നിങ്ങൾക്കും പോകാനുള്ളത്? എന്ത് യോഗ്യതയാണ് നമുക്കുള്ളത്? ദിവസവും ഒരു 10 സലാത്ത് പോലും അക്കൗണ്ടിൽ എടുക്കാനില്ലാത്ത നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിൽ എന്ത് ഗ്യാരണ്ടിയോടുകൂടെയാണ് പോയി നിൽക്കുക? അല്ലാഹു ആ മഹത്തുക്കളുടെ ബറക്കത്ത് കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ. ആ മഹത്തുക്കളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മൾ ചെയ്യുന്ന ദോഷങ്ങൾ പുറത്തു തരുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വൈകിയ വേളയിൽ കൂടുതലൊന്നും പറയുന്നില്ല. ദുആ വസിയത്തോടുകൂടെ ഞാൻ നിർത്തുന്നു. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും.